നോയ്സിൻ്റെ കളർ ഫിറ്റ് സീരീസിലെ ത്രിൽ എന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു റഗ്ഡ് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചാണ്. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ നല്ല ഓഫർ പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ തരുന്നത്. ഇൻട്രോഡക്റ്റീവ് ഓഫറിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1899 രൂപയ്ക്ക് ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 7000 റുപ്പീസ് MRP വരുന്ന ഒരു വാച്ചാണിത്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫറിൽ വാങ്ങാൻ പറ്റുന്ന ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. നോയ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലുമാണ് ഈ ഒരു വാച്ച് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളാതെ രണ്ട് വാച്ച് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. വിൻറ്റേജ് ബ്രൗൺ ആണ് ഈ ഒരു കളർ. ഈ ഒരു കളർ വരുന്നത് തണ്ടർ ഗ്രേ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ ബോക്സിന് മുകളിലായിട്ട് നമുക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് കളർ ഫിറ്റ് ത്രിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാച്ച് കൂടെയാണ്. പിന്നെ വശങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു വിരാട് കോഹ്ലിയുടെ ഒരു ഇമേജ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. മെയിൽ അയക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോയ്സിൻ്റെ സ്റ്റോർ വഴി കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഏകദേശം 5ഓളം ഡിഫറെൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. 1-2 കളറല്ല, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള 5 കളേഴ്സിൽ ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ട്രസ്റ്റഡ് ആൻഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് നോയ്സ്. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ യൂണിറ്റ് ആണ് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. സ്റ്റിക്കർ വർക്ക്സ് ഉണ്ട്, വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാർഡ് അവൈലബിൾ ആണ്, ഒരു യൂസർ മാനുവൽ ഉണ്ട്, നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയ ചാർജിങ് കേബിളും ഇതിൽ അവൈലബിൾ ആണ്. വാച്ച് കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഫീൽ ഉണ്ട്. റഗ്ഗർ ടൈപ്പ് വാച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ട്രാപ്പ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നോയ്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു ലൈൻ, ഒരു കർവ് പോലെയുള്ള ഒരു ഡിസൈനിൽ ഇത് വന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് ഈ ഒരു സ്ട്രാപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കവർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. വാച്ചിൻ്റെ ഓവറോൾ ഡിസൈനെ പറ്റി പറയുമ്പോൾ ഒരു സിങ്ക് അലോയ് ഫ്രെയിമിലാണ് ഇത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഒരു റഗ്ഡ് ടൈപ്പ് ഓഫ് ഡിസൈനാണ്. നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു വാച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയൊക്കെ ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു വാച്ചിനുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കയ്യിലൊന്ന് വിയർ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ വശത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു ഫങ്ഷണൽ ക്രൗൺ ബട്ടൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കയ്യിൽ കെട്ടിയ സമയത്ത് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു റഗ്ഡ് ടൈപ്പ് ഓഫ് ഡിസൈൻ ഞാൻ വളരെയധികം പേഴ്സണലി ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓൾസോ ഈ ഒരു കളർ എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ സ്കിന്നിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു വാച്ച് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നോയ്സിൻ്റെ ആ ഒരു ഡീറ്റെയിലോ കാണാം. വാച്ച് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോണിൽ ക്യാമറ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് QR കാണാനായിട്ട് പറ്റും. ഇതൊന്ന് നല്ലപോലെ ഇങ്ങനെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈസി ആയിട്ടൊന്ന് പെയർ ചെയ്യുക. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.2 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കോൾസ് ചെയ്യാനും അതുപോലെ കോൾസ് റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും നമുക്ക് അതുകൊണ്ട് തന്നെ കിട്ടും. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടിപ്സൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റാർട്ട് ടാപ്പ് ചെയ്യുന്നതോടുകൂടി കുറച്ച് ഈസി സെറ്റിങ്സ് ഒക്കെയാണ്. നമുക്കിതിൽ കുറേ ഫംഗ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ കോളിംഗ് ഫീച്ചറാണ്. ഞാനിപ്പോൾ ഫോണും അതുപോലെ വാച്ചും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേരിയൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.2 ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഫോണിൽ ആപ്പിലേക്ക് വരിക. ആപ്പിലേക്ക് വന്നിട്ട് ഇവിടെ മൈ കോൺടാക്ട്സ് എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് കോൺടാക്ട്സ് ഇതിലേക്ക് ആഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരും. കോൺടാക്ട്സ് വന്ന ശേഷം അതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആഡ് ചെയ്യുന്ന കോൺടാക്റ്റ് നമ്മുടെ വാച്ചിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലൊരു നമ്പർ ഒന്ന് ഇത്തരത്തിലൊന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഈ ഒരു നമ്പർ ആഡായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാച്ചിൽ വന്ന ശേഷം നമുക്ക് ഒന്ന് ഇത്തരത്തിൽ റൈറ്റ് സൈഡിലോട്ട് വന്ന് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നോയ്സ് ബസ് എന്ന് കാണാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് 3 ഓപ്ഷൻസ് വരും. റീസെൻറ്റ് കോൾസ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കോൾസ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഡയൽ പാഡിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാം. കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് 2 കോൺടാക്ട്സ് കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ആപ്പിൽ തന്നെ ഇത്തരത്തിൽ 2 കോൺടാക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺടാക്ട്സ് ആണ് ഇപ്പോൾ നമ്മുടെ വാച്ചിൽ കാണുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഏകദേശം 10ഓളം നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുകയാണ്. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ നമ്പറിൽ ടാപ്പ് ചെയ്തു. ഇതോടുകൂടി നിങ്ങൾക്ക് കാണാം കോൾ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലൗഡ് സ്പീക്കർ ചെയ്യാനും അതുപോലെ കോൾ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. എടല്ലേ മുക്കത്താ എന്താ പരിപാടി? ആടാ റഷീദ, എൻ്റെ മറ്റേ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. ആണല്ലേ, ഇന്ന് ആനിവേഴ്സറി അല്ലേ?
അപ്പോൾ നമ്മളങ്ങനെ കോൾ ചെയ്തു, നല്ല ക്ലാരിറ്റിയിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റി. അത് മ്യൂട്ടിലേക്ക് ചെയ്യാനും ലൗഡ് സ്പീക്കർ ചെയ്യാനും അതുപോലെ തന്നെ കോൾ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കോൾസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ബ്ലൂടൂത്ത് കോളിംഗ് എക്സ്പീരിയൻസ് ഗുഡ് വൺ. അപ്പോൾ ഇതിൻ്റെ 2 വ്യത്യസ്ത കളേഴ്സ് നമ്മുടെ പക്കലുണ്ട്. ഡു ലെറ്റ് മീ നോ വിച്ച് കളർ ഈസ് ബെസ്റ്റ്. ഓൾസോ 5 കളേഴ്സിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇത് IP68 റേറ്റിംഗോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ഡസ്റ്റോ വാട്ടറോ ഒക്കെ ആയിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. എസ്പെഷ്യലി നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വിയറിയാണെങ്കിൽ സ്വെറ്റൊക്കെ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ചെറിയ തോതിൽ വാട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ വാട്ടറിൽ ഇത് വിയർ ചെയ്തുകൊണ്ട് അധികം ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും ഡാമേജ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകാതിരിക്കുക. ബട്ട് ആക്സിഡൻ്റലി കുറച്ച് വാട്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു വറി. വാച്ചിലേക്ക് ഇൻകമിംഗ് കോൾസ് വരുമ്പോൾ എങ്ങനെയാണ് പോപ്പപ്പ് ആയിട്ട് വരിക, ഇത് ടാപ്പ് ചെയ്ത് കോൾ റിസീവ് ചെയ്യാം. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയി നിങ്ങളിത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് വാച്ചിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ക്രൗഡ് ഏരിയയിലാണ് നിങ്ങൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്തുകൊണ്ട് കോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ കേൾക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷേ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് വഴി സംസാരിക്കാനായിട്ട് പറ്റും. ഓഡിയോ ക്ലാരിറ്റി എല്ലാം ബെറ്ററാണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ജിയോ ആയിരുന്നു. ഇനി നമുക്ക് വാച്ച് വഴി മ്യൂസിക് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പം യൂട്യൂബ് മ്യൂസിക്കാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വാച്ചിൽ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക് ഇത്തരത്തിൽ പോസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നെക്സ്റ്റ് ട്രാക്കിലേക്ക് നമ്മളിപ്പോൾ ചെല്ലും. കണ്ടില്ലേ? അപ്പോൾ വാച്ചിൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിൽ മ്യൂസിക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. വോള്യൂം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വോള്യൂം ഇത്തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മ്യൂസിക് മാനേജ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിലൂടെ വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വാച്ചും ഫോണും കണക്ട് ആയതുകൊണ്ട് തന്നെ വോള്യൂം ഇൻക്രീസ് ചെയ്യാം, നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം, അതുപോലെ പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം. ഇനി നമുക്ക് വാച്ചിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് ക്വിക്കായിട്ട് പരിചയപ്പെടാം. നമ്മൾ ഇത്തരത്തിൽ വലത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റി മോഡ് നമുക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വിൻഡോ ആയിരിക്കും. നമ്മുടെ ഫോണിൽ വരുന്ന വാട്സപ്പ് മെസ്സേജസും അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരും. ഇനി താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ക്വിക്ക് മെനു ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് DND മോഡ് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാച്ചിന് പാസ്വേഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ സെറ്റിംഗ്സ് ഇവിടുന്ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാം. ഇതിൽ വാച്ച് ഫേസ്, വൈബ്രേഷൻ ആൻഡ് റിംഗ്, ബ്രൈറ്റ്നസ്, പാസ്വേഡ്, എബൌട്ട്, പവർ ഓഫ്, റീസെറ്റ്, റീസ്റ്റാർട്ട്, ഫൈൻഡ് ഫോൺ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെയാണ്. പിന്നെ നമുക്കിതിൽ ടോർച്ച് അവൈലബിൾ ആണ്. നൈറ്റ് സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സൈലൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഫോൺ റിംഗ് ചെയ്തില്ലെങ്കിൽ പോലും വാച്ചിൽ നമുക്ക് ചിലപ്പം വോയിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സൈലൻ്റ് ആയി ഇരിക്കേണ്ട ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം സൈലൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്തുകൊണ്ട് ഇത് സൈലൻറ്റ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നോയ്സ് ഹെൽത്ത്, സ്പോർട്സ് മോഡ്സ്, മെസ്സേജസ്, നോയ്സ് ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾസൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. സ്കാൻ ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് QR കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വെതർ റിപ്പോർട്ട് ഉണ്ട്, ക്യാമറ ഷട്ടർ അവൈലബിൾ ആണ്, മ്യൂസിക് ഇതിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും, ക്ലോക്ക് അവൈലബിൾ ആണ്, ബ്രീത്ത് ഓപ്ഷൻ ഉണ്ട്, AI വോയിസ് അസിസ്റ്റൻറ്റ് അവൈലബിൾ ആണ്, ഗെയിംസ് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്കിവിടെ സെറ്റിംഗ്സും ഇത്തരത്തിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിതിൽ വാച്ച് ഫേസസ് ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ വാച്ച് ഫേസസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ആപ്പ് വഴി നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിങ്ങനെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഇഷ്ടംപോലെ ഇങ്ങനെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത്തരത്തിൽ വാച്ച് ഫേസസ് ഇതിലേക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ആപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് സെറ്റപ്പ് ചെയ്യാനും പറ്റും. വാച്ച് ഒരു റഗ്ഗഡ് ഡിസൈനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ വാച്ച് താഴെ ഇട്ട് കാണിക്കുന്നില്ല. ബട്ട് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് താഴെ വീഴുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു കളർ കോംബോ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ബ്രൗൺ കളറാണ്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, അത് രണ്ടും മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഒരു ഫീൽ ഗുഡാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓൾസോ ഈ രണ്ടിലേക്ക് വരുമ്പോഴും നല്ല അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള സൈസല്ല, ഓൾസോ വെരി സ്മോൾ അല്ല, ഒരു ഓക്കെ സൈസിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. സോ ഐ എം വെരി കംഫർട്ടബിൾ ടു വിയർ ദിസ്. നോയ്സ് കളർ ഫിറ്റ് ത്രിൽ എന്ന ഈ ഒരു കിഡിലൻ റഗ്ഗഡ് സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ് അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വാച്ച് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ വാട്സപ്പ് ചാനൽസിലൂടെയും അതുപോലെ ടെലഗ്രാം ചാനൽസിലൂടെയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓൾസോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലും നല്ല ഡീൽസ് വരാറുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.